കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിനായുള്ള തന്ത്രങ്ങൾ മെനയുന്നതിനുള്ള CPIM കേന്ദ്ര കമ്മിറ്റി യോഗം തുടരുകയാണ്. തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ ഇന്ന് ചർച്ച നടക്കും. ഷബീദ് റാവുത്തർ ഈ വാർത്ത അപ്ഡേറ്റ് ചെയ്യാൻ നമുക്കൊപ്പം ചേരുന്നു. ഷബീദ്, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം CPIM-ന് നൽകുന്ന പാഠങ്ങൾ നിരവധിയാണ്. പറയൂ. ഉറപ്പായിട്ടും, അതായത് പല സംസ്ഥാനങ്ങളിലും നിയമസഭാ തെരഞ്ഞെടുപ്പ് സാഹചര്യമാണ് ഇപ്പോൾ ചേരുന്നത്. അല്ലെങ്കിൽ തിരുവനന്തപുരം വിളപ്പിൽശാല EMS അക്കാദമിയിൽ ചേരുന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിന് പല വിധത്തിലുള്ള പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഈ തിരഞ്ഞെടുപ്പ് വിഷയങ്ങളിൽ ഇന്ന് കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ച നടക്കും. തമിഴ്നാട്ടിൽ DMK-യുമായുള്ള സഖ്യം തുടരും. പശ്ചിമ ബംഗാളിൽ ഇപ്പോഴുള്ള കോൺഗ്രസ് സഖ്യം തുടരാനാണ് ആലോചനയെങ്കിലും ഔദ്യോഗിക തീരുമാനം ഉണ്ടായിട്ടില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പ് തൃണമൂൽ കോൺഗ്രസും BJP-യും തമ്മിലുള്ള പോരാട്ടമാവുന്നത് അത് സ്വാഭാവികമായും ദേശീയ തലത്തിലടക്കം വലിയ ആകാംക്ഷയാണ്. ഇത് ഇടതുപക്ഷത്തിന് ഗുണകരമാവില്ല എന്നുള്ളതാണ് പാർട്ടി വിലയിരുത്തൽ. അതിനാൽ പാർട്ടിയുടെ സ്വതന്ത്ര സ്വഭാവം നിലനിർത്തി തന്നെ കോൺഗ്രസുമായി ചേർന്നുള്ള രാഷ്ട്രീയ തന്ത്രം അത് കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യും. ബീഹാർ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിനേറ്റ തിരിച്ചടിയും രാജ്യത്തെ പൊതു രാഷ്ട്രീയ സാഹചര്യവും ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇടതുപക്ഷത്തെ അമിത ആത്മവിശ്വാസവും ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയ ശക്തികൾ സൃഷ്ടിച്ച വർഗീയ ധ്രുവീകരണവും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് കേരള ഘടകം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തെലങ്കാന പാർട്ടിയിലെ വിഭാഗീയത സംബന്ധിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടും കേന്ദ്ര കമ്മിറ്റി യോഗം പരിശോധിക്കും. മാത്രമല്ല, കേരളത്തിലെ പ്രത്യേക സാഹചര്യം അത് പ്രത്യേകമായി തന്നെ പരിഗണിക്കാനും നിലവിൽ ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിൽ വരാതിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ ഉൾക്കൊള്ളണം, തള്ളണം, വർഗീയ ധ്രുവീകരണത്തെ എങ്ങനെ നേരിടണമെന്നൊക്കെയുള്ള കാര്യങ്ങളിൽ ഇന്നൊരു പക്ഷേ ചർച്ചയുണ്ടാകും. താങ്ക് യു ഷബീദ് റാവുത്തർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.